ഇന്ന് എന്റെ കൂടെയുള്ള ഗസ്റ്റിനെ കുറേ പറയണം കേട്ടോ. ഒരു ഇതിൽ പറഞ്ഞാൽ പോരാ. പുള്ളി നല്ല അസാധ്യമായ ഒരു സിംഗറാണ്, ഒരു മ്യൂസിക് ഡയറക്ടറാണ്, പുള്ളി ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ്. വളരെ സ്നേഹപൂർവ്വം വെൽക്കം ചെയ്തു ജുബൈർ മുഹമ്മദ്. എനിക്കിഷ്ടമുള്ള അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസിലൊക്കെ ആഡ് ചെയ്ത എല്ലാ പാട്ടിൻ്റെയും പിന്നിലുള്ളത് നിങ്ങളാണ് എന്നുള്ളത്. അതെന്താ ഉള്ളിൽ കയറിയിരിക്കുന്നത്? ഇത്രയൊക്കെ ഹിറ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പുറകിലിരിക്കുന്നത് എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല? ആരെങ്കിലും ഒക്കെ വന്നിട്ട് പറയൂ നിങ്ങളെ പാട്ടല്ലേ എന്ന് ചോദിക്കും? ഇല്ല, അങ്ങനെ ഇല്ല. കാരണം പാട്ടറിയാം, ചെയ്തറിയില്ല. 1 മിനിറ്റ് വീഡിയോയിലൂടെ നമ്മൾ അനാൻഷനെ കൊണ്ടുവരുന്നു. ശരിക്കും നമുക്ക് അനാൻഷനെ നമുക്ക് നന്നായിട്ട് അറിയാം, കുറെ പാട്ടുകൾ അറിയാം, പുള്ളിയുടെ കുറെ വീഡിയോസ് യൂട്യൂബിൽ കാണാറുണ്ട്. ശരിക്കും പേഴ്സണലി എങ്ങനെയാ പുള്ളി? എവിടെ ആർക്കും അറിയില്ലല്ലോ, ഒന്നിലും ഇന്റർവ്യൂസിലൊന്നും വരില്ല, അങ്ങനെ ഒരു പേഴ്സൺ ആണ് പുള്ളി. ശരിക്കും എങ്ങനെയാ? എനിക്ക് തോന്നുന്നു ദുബായിൽ ഒരു ഇനോഗ്രേഷന്റെ സമയത്താണ് ഇവിടുത്തെ തിരക്ക് കാരണം നമ്മൾ പോലും അറിയുന്നത് പുള്ളിക്ക് ഇത്രമാത്രം ഫാൻസ് ഉണ്ടോ എന്നുള്ളത് അല്ലെ. ഇവിടെ ബ്ലോഗ് ഒക്കെ ആയിട്ട് കുറെ റീല് വന്നിരുന്നു. അപ്പൊ അതിനുശേഷം പുള്ളി എന്തെങ്കിലും പറഞ്ഞിരുന്നു? ചുമട് താങ്ങി ചുമട് താങ്ങി ബാൻഡ് ഉണ്ടായിരുന്നു കോളേജ് കഴിഞ്ഞ ടൈം. സോ ആ ബാൻഡ് തന്നെയാണ് ശരിക്കും ആ പാട്ടില് ഫീച്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പാട്ടുകാരനായിട്ട് അതിൽ അഭിനയിക്കേണ്ടി വന്നു. ശരിക്കും അഭിനയം കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ല, അതിനുശേഷം അഭിനയിച്ചിട്ടില്ലല്ലോ. ഇല്ല, അതെന്തി താല്പര്യം തോന്നിയിട്ടില്ല, അതെനിക്ക് അറിയില്ല, അതാണ് സത്യം. ആരുടെയും പറഞ്ഞിട്ടുണ്ടോ എന്റെ പാട്ടാണ്? ഇല്ലില്ല. അതില്ല. അപ്പൊ ഇങ്ങനെ മറഞ്ഞിരുന്ന് ആസ്വദിക്കുകയാണോ? ചൂസ് ചെയ്താണ് BA അറബിക് എന്ന് പറയുന്ന കോഴ്സ്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ശരിക്കും അറബി സംസാരിക്കും? അറബി സംസാരിക്കില്ല. ഇല്ല. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഞാൻ അറിഞ്ഞത് എന്താന്ന് വെച്ചാൽ, അതെങ്ങനെ അറിയാം? അതെനിക്കറിയാം. അതങ്ങനെ പരസ്യമായിട്ടുള്ളൊരു കഥയല്ലല്ലോ. എങ്ങനെയാ? വളരെ ഹലോ, വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റിനെ കുറേ പറയണം കേട്ടോ. ഒരു ഇതിൽ പറഞ്ഞാൽ പോരാ. കാരണം പുള്ളി പല പല മേഖലകളിൽ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഴിവുള്ള മനുഷ്യനാണ്. ഓക്കെ, ഏതൊക്കെയാന്ന് ഞാൻ പറയാം. പുള്ളി നല്ല അസാധ്യമായ ഒരു സിംഗറാണ്, ഒരു മ്യൂസിക് ഡയറക്ടറാണ്, പിന്നെ എന്താ പറയാ, പുള്ളി ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ്. വളരെ സ്നേഹപൂർവ്വം വെൽക്കം ചെയ്തു ജുബൈർ മുഹമ്മദ്. കൈയടിക്കൂ. വെൽക്കം ടു ദി ഷോ. എനിക്ക് വളരെയധികം ഇപ്പോൾ ഫസ്റ്റ് പറയാനുള്ളത്, ഞാനാണ് ഇവിടുത്തെ ഗസ്റ്റ്. പുള്ളി ഞങ്ങളെ ഗാലറി വിഷന്റെ സ്വന്തം ആളാണ് അല്ലെ. ഗാലറി വിഷൻ മീഡിയ ആയിട്ട് ഒരുപാട് കാലത്തെ ബന്ധമുള്ള ഒരാളാണ്. ഞങ്ങളുടെ പല പല വർക്കിന്റെയും ആരാണ് പറയ്, ആ വേട് പറയ്, പിന്നണിയിൽ പ്രവർത്തിക്കുന്ന നെടും തൂണാണ് അല്ലെ. ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് വിശേഷങ്ങൾ കേൾക്കാം. ഇപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ ഗാലറി വിഷനിൽ ഈ അടുത്തിടെ റിലീസായ മസ്കിന്റെ വിശേഷങ്ങളിൽ തുടങ്ങാം അല്ലേ. മസ്ക് ആ പാട്ട് പാടണോ ഫസ്റ്റ്? ചിരിക്കാണ്ട് പറയ്, ചിരിക്ക. കാതോരം ചൊല്ലാനില്ലേ കാതൽ പൂക്കും വാടാമുല്ലേ, കാറ്റോളം തേടും നേരം ചാരേ ഞാൻ ഇന്നില്ലേ, വൈകാതെ വന്നാലെന്തേ കാണാനുള്ള തുടിക്കാറില്ലേ, കണ്ടാലോ മോഹം മിന്നും മാറിൽ മെല്ലെ അണക്കില്ലേ, മനാമില മനാസിലേറി മകാമില മനോനില മസാജിദ മിനാരമായി മുറാക്കബ നീ മാത്രമാ ഇസ്മിളയ സുന്ദരവാതിലിനാലേ, കിസ്മത്തിലാഹുര ചെയ്തതുപോലെ നീ മസ്കിന്റെ സുഗന്ധമൊഴുക്കിയതാണേ, അതിലായി വലഞ്ഞ് കിനാക്കരമേലേ. സൂപ്പർ. നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പാടിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം അനാൻഷയാണ് അല്ലേ. ശരിക്കും എനിക്ക് തോന്നുന്നു ജുബൈർക്ക് അനാൻഷയായിട്ട് ഇഷ്ടം പോലെ ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവര് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കോംബോ ആണ്. അങ്ങനെയാ ശരിക്കും കുറെ കമന്റ്സ് അല്ലേ. ശരിക്കും അനാൻഷന്റെ എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വർക്കിന്റെ പിന്നിലുള്ള ആള് ജുബൈർക്കാണോ? ആണെന്ന് തോന്നുന്നു. ആണ്. എന്തൊരു കോൺഫിഡൻസ് ആണ്. ശരിക്കും കേക്കട്ടെ, നമ്മുടെ അനാൻഷന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഹിറ്റ് വർക്കിനെ പറ്റി എല്ലാം ഒന്ന് പറയും. ഞങ്ങൾ ആക്ച്വലി ആദ്യം ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിന്റെ 1 മിനിറ്റ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അതായത് മലയാളത്തിലും എല്ലാ ലാംഗ്വേജിലും ഉള്ള മ്യൂസിക് കമ്പോസേഴ്സും പോപ്പുലർ ആയിട്ടുള്ള സിംഗേഴ്സും കൊളാബ് ചെയ്തിട്ടുള്ള
ഒരു പ്രോഗ്രാം ആയിരുന്നു 1 Minute Music എന്ന് പറയുന്നത്. അതായത് റീൽസ് ഒക്കെ വരുന്ന ടൈമിൽ. സോ അതിലേക്ക് ഓരോ മ്യൂസിക് കമ്പോസേഴ്സ് ഓരോ സിംഗേഴ്സിനെ ചൂസ് ചെയ്തു. പക്ഷെ ആ സമയത്ത് എനിക്ക് വന്നത് വേറൊരു സിംഗറിനെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് ഹനാൻ ഇങ്ങനെ റീൽസിലൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പം എനിക്ക് ആക്ച്വലി പോപ്പുലർ അല്ല, പോപ്പുലർ ആണ്, പക്ഷെ ഇൻഡിപെൻഡന്റ് സെഗ്മെന്റിലോട്ട് അങ്ങനെ അധികം വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഹനാന്റെ ശബ്ദം എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ എനിക്കും ഇഷ്ടമാണ്. അപ്പൊ ഹനാനെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് സാധനം. അത് പറക്കാം എന്ന് പറഞ്ഞിട്ട് 1 Minute Music ആയിരുന്നു. അതിനുശേഷം മായിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്ക് ചെയ്തു. അപ്പൊ മനസ്സിലായി ഈ കോംബോ വർക്ക് ആവുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പെരുന്നാൾ ടൈമിൽ എൻ്റെ ഒരു പാട്ടുണ്ട്, കസവിനാൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അത് ആക്ച്വലി ഓൾറെഡി ഞാൻ പാടിയിട്ടുള്ളൊരു പാട്ടാ, കമ്പോസ് ചെയ്ത് പാടിയൊരു പാട്ടാ. അപ്പം ഹനാൻ തന്നെ എന്നോട് ചോദിച്ചു നമുക്ക് ആ പാട്ട് ചെയ്താലോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഒരു ദിവസം ആള് വന്നു, ആ പാട്ട് ഹനാൻ പാടി. ഹനാന്റെ വോയിസിൽ വന്നപ്പോഴത്തേക്ക് ഭയങ്കര പോപ്പുലറായി. അതെ അതെ അതെ. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ട്രാക്കുകളെല്ലാം വർക്കായി. ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ട്രാക്കുകളെല്ലാം വർക്കായി. പിന്നെ ആ ഒരു ബന്ധത്തിൻ്റെതും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ആള് നമ്മള് അറിയാലോ, ഒരു ഹംബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, വളരെ സ്വീറ്റ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം പേഴ്സണലി ആളെ ഭയങ്കര ഇഷ്ടം. അതെ, ഭയങ്കര എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇപ്പത്തെ ഭയങ്കരമായിട്ടുള്ള ഒരു ഹിറ്റ് മേക്കർ ആണ്. അതിനേക്കാൾ ഉപരി ഒരുപാട് ഫാൻസ് ബേസ് ഉള്ള ഒരാൾ കൂടിയാണ് ഹനാൻ ഷാ. അതിന്റെ കൂടെ തന്നെ ജുബൈർക്കും ഞാൻ പറയാതിരിക്കുന്നില്ല ആണ്. നമ്മുടെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിപ്പോ ജുബൈർക്ക് ഉണ്ട് പറഞ്ഞപ്പം ഞാൻ കുറേ പാട്ടുകൾ അടിച്ചു നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കിഷ്ടമുള്ള, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസിലൊക്കെ ആഡ് ചെയ്ത എല്ലാ പാട്ടിൻ്റെയും പിന്നിലുള്ളത് നിങ്ങളാണ് എന്നുള്ളത്. അതെന്താ ഉള്ളിൽ കയറിയിരിക്കുന്നത്? ഇത്രയൊക്കെ ഹിറ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പുറകിലിരിക്കുന്നത് എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല? അല്ല, നമ്മുടെ പാട്ടുകൾ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. അത് ഞാൻ എന്റെ പാട്ട് തന്നെ പല സ്ഥലങ്ങളിലും പോകുമ്പോ ഇങ്ങനെ റെസ്റ്റോറന്റിലും വണ്ടിയിലൊക്കെ ആയിട്ട് അങ്ങനെ കേൾക്കാറുണ്ട്. നമുക്കത് ഒരു സന്തോഷം. പറയോ അല്ല, ചില ആളുകൾ വന്നിട്ട് എനിക്കറിയാത്ത നോക്കണ്ട, ഒരുപാട് ആളുകൾ അറിയുന്നുണ്ടാവും. എനിക്ക് അറിയില്ല എന്നല്ല കേട്ടോ, കാര്യം ഒരുപാട് പാട്ട് എന്റെ പേര് ചിലപ്പോ അറിയായിരിക്കും ജുബൈർ, കാരണം ഈ സോങ്സിലൊക്കെ ഇങ്ങനെ പേരെഴുതി കാണിക്കുമല്ലോ. പേര് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് മനസ്സിലാവും ഇന്ന പാട്ട് ചെയ്ത ആളല്ലേ എന്ന് മനസ്സിലാവുമായിരിക്കും. അല്ലാണ്ട് നമ്മുടെ പാട്ട് കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ റെസ്റ്റോറന്റിലൊക്കെ പോയപ്പോ ഇങ്ങനെ പാട്ട് കേട്ടു എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കാറുണ്ട്. അത് നമ്മുടെ പാട്ട് നമ്മുടെ ആ റെസ്റ്റോറന്റിൽ വെച്ചിട്ട് കേൾക്കാറുണ്ട്. അപ്പൊ ആരെങ്കിലും ഒക്കെ വന്നിട്ട് പറയൂ നിങ്ങളുടെ പാട്ടല്ലേന്ന് ചോദിക്കോ? ഇല്ല, അങ്ങനെ ഇല്ല. കാരണം പാട്ടറിയാം, ചെയ്തറിയില്ലല്ലോ. ആരുടെയും പറഞ്ഞിട്ടുണ്ടോ ഇത് എന്റെ പാട്ടാന്ന്? ഇല്ലില്ല, അതില്ല. അപ്പൊ ഇങ്ങനെ മറഞ്ഞിരുന്ന് ആസ്വദിക്കുകയാണോ ആ ആളുകളുടെ ആ ഒരു ഇഷ്ടം സ്നേഹം ഒക്കെ? ഇല്ല, കൂടുതലും ഇപ്പം ആസ് എ മ്യൂസിക് കമ്പോസർ നമ്മുടെ പാട്ടുകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. അത് തന്നെയല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് പുറത്തുണ്ട്, പാട്ടൊക്കെ ചെയ്തിട്ട് ആരും അറിയപ്പെടാണ്ട്. അവരുടെ നല്ല സോങ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ പല സോങ്സും പോപ്പുലർ ആവാണ്ട് പോകാറുണ്ടല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നല്ലതല്ലേ. നമ്മുടെ സോങ്സ് എല്ലാവർക്കും അറിയാം, എല്ലാവരും പാടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മ്യൂസിക് കമ്പോസർ ആണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ ഏത് പാട്ടാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പാട്ട് പറയുമ്പോൾ അവർക്കൊക്കെ മനസ്സിലാവും. അങ്ങനെ ചോദിക്കാം. ഭയങ്കര സന്തോഷല്ലേ ശരിക്കും അങ്ങനെ കേൾക്കുമ്പോ അല്ലെ? എനിക്ക് തോന്നുന്നു 1 Minute വീഡിയോയിലൂടെ ഹനാൻ ഷാനെ നമ്മൾ എടുത്തു അല്ലെ, അതിനുശേഷം വലിയൊരു കുറേ പാട്ടുകൾ എടുത്തു അല്ലെ. ഇനി അതിനേക്കാളൊക്കെ ഉപരി ജുബൈർക്ക് ഇതിലേക്ക് വന്നൊരു ജേർണി ഉണ്ട്, ഭയങ്കര രസമാണ്. ഞാൻ നിങ്ങളുടെ അടിച്ചു നോക്കിയപ്പോൾ നല്ല രസം. ബി അറബി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1 Minute വീഡിയോയിലൂടെ നമ്മൾ ഹനാൻഷനെ കൊണ്ടുവരുന്നു. ശരിക്കും നമുക്ക് ഹനാൻഷനെ നമുക്ക് നന്നായിട്ട് അറിയാം, കുറെ പാട്ടുകൾ അറിയാം, പുള്ളിയുടെ കുറെ വീഡിയോസ് യൂട്യൂബിൽ കാണാറുണ്ട്. ശരിക്കും പേഴ്സണലി എങ്ങനെയാ പുള്ളി? എവിടെയും ആർക്കും അറിയില്ലല്ലോ, ഒന്നിലും ഇന്റർവ്യൂസിലൊന്നും വരില്ല, അങ്ങനെ ഒരു പേഴ്സൺ ആണ് പുള്ളി. ശരിക്കും എങ്ങനെയാ? നമ്മൾ വ്ളോഗിലൊക്കെ കാണുന്ന ഒരു ഹനാനല്ലേ, സെയിം അത് തന്നെയാണ് ആള്. ക്യാരക്ടർ ബേസിക്കലി അങ്ങനെ തന്നെയാണ്. റെക്കോർഡിങ്സിന് വന്നാലും ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. ആൾക്ക് ഓരോ പാട്ടും നമ്മൾ ചെയ്യുന്ന പാട്ട് മാക്സിമം ബെറ്റർ ആക്കണം, നന്നാക്കണം, ആൾക്കാരിലേക്ക് എത്തിക്കണം, അങ്ങനെ ഒരു താല്പര്യവും ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുക്കും. ഇപ്പൊ ഒരു റെക്കോർഡിങ്ങിന് വന്നാലും പെട്ടെന്ന് പോവുക അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ കൂടെ ഇരുന്ന് ഇപ്പോ കസവനാൽ എന്ന് പറയുന്ന പാട്ട് എന്റെ വീട്ടിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്തത്. അപ്പൊ ഒരു ദിവസം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തൊരു വർക്കാണ്. അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിക്കാണ് റെക്കോർഡിങ്സ് ഒക്കെ പോവാറ്. ബേസിക്കലി നമ്മൾ വ്ളോഗിലൊക്കെ കാണുന്ന ഭയങ്കര കൂളായിട്ട്. എനിക്ക് തോന്നുന്നു ദുബായിൽ ഒരു ഇനോഗ്രേഷന്റെ സമയത്താണ് ഇവിടുത്തെ തിരക്ക് കാരണം നമ്മൾ പോലും അറിയുന്നത് അല്ല പുള്ളിക്ക് ഇത്രമാത്രം ഫാൻസ് ഉണ്ടോ എന്നുള്ളത് അല്ലെ. ഇവിടെ ബ്ലോഗൊക്കെ ആയിട്ട് കുറെ റീല് വന്നിരുന്നു. അപ്പൊ അതിനുശേഷം പുള്ളി എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഈ ഒരു ഇത്രയും? അതായത് പുള്ളിക്ക് അറിയാമായിരിക്കും പുള്ളിനെ അത്രയും ആളുകൾ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടമുണ്ടെന്നൊക്കെ, പക്ഷെ ലൈവായിട്ട് നമ്മൾ കാണുകയാണല്ലോ. അപ്പൊ അതിനുശേഷം പുള്ളി വന്ന് എന്തെങ്കിലും പറഞ്ഞു? കാരണം ഫസ്റ്റത്തെ
ആളാണല്ലോ നിങ്ങള്. അതെ അതെ. അന്ന് നമ്മള് ഈ ഇവിടുത്തെ ദുബായിലെ ആ പ്രോഗ്രാം ഇല്ലേ, ഫസ്റ്റ് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള പ്രോഗ്രാം ഇല്ലേ, അത്രയും ക്രൗഡ് വന്ന പ്രോഗ്രാം, അതിന്റെ തലേ ദിവസമാണ് നമ്മുടെ ഇൻസാനിലെ എന്ന് പറയുന്ന പാട്ട് റിലീസ് ആവുന്നത്. അപ്പൊ ഇൻസാനിലെ ഫസ്റ്റ് ലൈവ് പെർഫോം ചെയ്യുന്നതും ആ ഒരു സ്റ്റേജിലാണ്. അപ്പൊ അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ആ പാട്ടിന് കിട്ടിയ റെസ്പോണ്ട് അവിടെ നമ്മൾ ലൈവായിട്ട് കാണാണ്. ആ പാട്ടിന്റെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റെസ്പോണ്ടും കിട്ടാണ്. അപ്പോൾ എന്നോട് ആള് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാൻസ് ഉണ്ട് എന്നറിയാം, നാട്ടിലെ പ്രോഗ്രാംസിനൊക്കെ ക്രൗഡ് വരും എന്നറിയാം, പക്ഷെ ദുബായിൽ ഇത്രത്തോളം ആൾക്കാർ വരും എന്നുള്ളത് ആക്ച്വലി അൺഎക്സ്പെക്ടഡ് ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ആള് പറഞ്ഞിട്ട്. ശരിക്കും അത് വർക്കിനെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ എഫക്ട് ചെയ്തില്ലേ? മീൻസ് നമ്മളെടുത്ത തലേദിവസത്തെ ഒരു റെക്കോർഡിങ് കഴിഞ്ഞു, അത് അതല്ല, തലേ ദിവസം റിലീസായ പാട്ട് ലൈവായിട്ട് നെക്സ്റ്റ് ഡേ പാടി. അപ്പൊ അത് കുറച്ച് അത്രയും ആൾക്കാർ ലൈവായിട്ട് കേൾക്കാനുള്ള പാട്ട്. പിന്നെ നമ്മൾ എന്തായാലും സെർച്ച് ചെയ്ത് നോക്കുമല്ലോ. അപ്പൊ അത് നമ്മുടെ ശരിക്കും പാട്ടിന് നല്ല ഉപകാരപ്പെട്ടില്ലേ? അതെ അതെ അല്ലേ? അത് ശരിക്കും ഓക്കെ. ഞാൻ ജുബർഗിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ബി അറബി കണ്ടു ഞാൻ. അത് അറബി പഠിക്കുന്നത് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒട്ടും എന്താ പറയാ, എനിക്ക് അതിന്റെ മാച്ച് ആവാത്ത, എങ്ങനെയാ ഞാൻ ഇപ്പൊ അത് പറയാ, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഒരു BA അറബിക് സ്റ്റുഡന്റ് ആയിരിക്കും, മ്യൂസീഷ്യൻ അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. നമ്മൾ അത്രയ്ക്ക് അങ്ങ് കാണാത്തൊരു ഇതാണ്. ശരിക്കും അതിന്റെ പിന്നിലൊരു കഥ എന്താ? ഞാൻ +2 കഴിഞ്ഞിട്ട് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം എഞ്ചിനീയറിംഗിന് പോകാന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തി. അപ്പോൾ മനസ്സിലായി നമ്മുടെ മനസ്സിൽ എപ്പോഴും മ്യൂസിക്കും പാട്ട് ചെയ്യുക, പാട്ട് പാടുക എന്നുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ ഒരു പോയിന്റിൽ എനിക്ക് തോന്നി നമ്മൾ വേറെ ഏതെങ്കിലും ഈ എഞ്ചിനീയറിംഗ് പോലുള്ള ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും മ്യൂസിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു തോന്നൽ വന്നിട്ട് കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആർട്സിൽ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നല്ലൊരു കോളേജ് ചൂസ് ചെയ്തു. അപ്പോൾ ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജ് ആർട്സിനൊക്കെ ഒരു ബെസ്റ്റ് കോളേജാണ്. കാരണം നമ്മുടെ എറണാകുളം മഹാരാജാസൊക്കെ പോലെ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു ബെസ്റ്റ് കോളേജ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി കോളേജാണ്, മീൻസ് ആർട്സിനൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. അങ്ങനെ അവിടെ വേറെ സബ്ജക്റ്റ് നോക്കാം എന്നൊക്കെ ഒരു പ്ലാനിലേക്ക് എത്തി, നമുക്ക് മ്യൂസിക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂസ് ചെയ്താണ് BA അറബിക് എന്ന് പറയുന്ന കോഴ്സ്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട്. അറബി സംസാരിക്കില്ല. അറബി പാസ്സായോ? ഡിഗ്രി കിട്ടിയോ? ഡിഗ്രി കിട്ടി. അപ്പൊ ഗ്രാജുവേറ്റഡ് ആണ് BA അറബിയില് അല്ലേ? എന്താ എഴുതി വെച്ചേ അറബിയില്? അറബി എന്തോ എനിക്ക് ഓർമ്മയില്ല. അതായത് നമുക്ക് കോളേജ് ലൈഫ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യണം, നമുക്ക് പാട്ട് പാടണം, എന്നാ വീട്ടില് പഠിക്കുകയും വേണം അല്ലേ? അതിനു വേണ്ടി എടുത്തൊരു സംഭവമാണ് ഇത് അല്ലേ? ബെസ്റ്റ്. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെയൊക്കെ തന്നെ ആയി അല്ലേ? ഓക്കെ. അതിനുശേഷം കുറെ ഹിറ്റ്, ഒരുപാട് എനിക്കൊന്നും ഇഷ്ടം പോലെ ഹിറ്റ് മേക്കർ ആണ് ശരിക്കും നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് നോക്കുന്ന സമയത്ത് അല്ലേ? ഒരു മെലഡി എങ്ങനെയാ നിങ്ങളുടെ ആ ഒരു മ്യൂസിക്കിന് എങ്ങനെയാ പറയാ, ശരിക്കും ഒരു ഗുഡ് ഫീലാണ് നമുക്ക് കേൾക്കുമ്പോൾ അല്ലെ? ഭയങ്കരമായിട്ടുള്ള ജിം ജിം അങ്ങനത്തെ ടൈപ്പ് ഓഫ് പാട്ടല്ല, ഒരു എന്താ അതിന് പറയുന്ന ഒരു മെലഡി ടൈപ്പ് അങ്ങനെയുള്ള ഒരു മേക്കറാണ് നിങ്ങൾ അല്ലേ? അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു ഗിന്നസ് റെക്കോർഡും കിട്ടി. ഗിന്നസ് റെക്കോർഡ് കിട്ടിയതെന്നപ്പോൾ ഞാൻ സത്യത്തിൽ വിചാരിച്ചത് മീൻസ് ഈ ഒരു ഏതെങ്കിലും ഒരു പാട്ടിനാണോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും എന്തിനായിരുന്നു നമുക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നത്? അത് എനിക്ക് മാത്രമല്ല ഗിന്നസ് കിട്ടിയത്, നേതാജി എന്ന് പറയുന്ന ഒരു പടം ഉണ്ടായിരുന്നു. അത് ഇരുള ലാംഗ്വേജിൽ, ട്രൈബൽ ലാംഗ്വേജിൽ ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ് നേതാജി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അതിൽ ഒരു ട്രാക്ക് റിയൽ ട്രൈബൽസിനെ വെച്ചിട്ട് അട്ടപ്പാടിയിൽ ലൈവായിട്ട് ചെയ്തൊരു പാട്ടാണ്. അപ്പോൾ അതിൽ സിനിമാറ്റോഗ്രാഫർ, ഡയറക്ടർ, മ്യൂസിക് കമ്പോസർ, സൗണ്ട് ഡിസൈനർ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ടീമിന് എല്ലാവർക്കും അതിൽ പാർട്ടിസിപ്പേഷൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി, അതായത് ഗിന്നസ് കിട്ടി. അത് വേൾഡിൽ ആരും ചെയ്തിട്ടില്ല, ലൈവായിട്ട് അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. അങ്ങനെ കിട്ടിയതാണ്. അത് വലിയൊരു കാര്യമല്ലേ അല്ലേ? ഒരു ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ എന്ന് വെച്ചാൽ, റെക്കോർഡ് ഹോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ആണ്. 15 പേർക്കും കിട്ടി. ആ 15 പേരിൽ ഒരാളാണെന്ന് വെച്ചാൽ വലിയ കാര്യമല്ലേ? അതെ, അത് ശരിക്കും ഭയങ്കരമായിട്ട് പ്രൗഡാ അല്ലേ? ശരിക്കും നമുക്ക് ഇതൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴേ നമ്മുടെ, അതായത് ഇപ്പൊ ഈ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ഇവരൊക്കെ എന്തായിരുന്നു ഒരു റിയാക്ഷൻ, അല്ലെങ്കിൽ കിട്ടുന്ന ആദ്യമേ പ്രതീക്ഷിച്ചിരുന്നു എന്തെങ്കിലും ഇതിനൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കിട്ടും? ഒന്ന്, നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ വീട്ടുകാർക്കും ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണ ഇല്ല ഗിന്നസ് എന്താണെന്നുള്ളത്. അപ്പം ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ വീട്ടുകാരോടൊക്കെ പറയുമ്പോൾ ആണല്ലേ എന്നുള്ളൊരു സാധനം, പിന്നെ ഒരു സന്തോഷം. ഫാമിലി എങ്ങനെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഫാമിലി സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫാമിലി സപ്പോർട്ടാണ്. ആദ്യമൊക്കെ അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ മ്യൂസിക് എന്ന് പറയുന്നൊരു ഇതിലേക്ക് പോകുമ്പോൾ.
പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഉള്ളൊരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇതൊരു കരിയറായിട്ട് പോകുമ്പോൾ ഉറപ്പായിട്ട് അവർക്ക് ആശങ്കകൾ ഉണ്ടാവുമല്ലോ. അതെ അതെ സക്സസ് ആവുമോ, ഇതിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമോ. പിന്നെ പൊതുവെ നമ്മുടെ അറിയാലോ, മ്യൂസിക് എന്ന് പറയുന്ന അത്ര ഒരു അംഗീകരിക്കപ്പെടുന്ന ഒരു സാധനമല്ലല്ലോ. അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തില്. പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഓക്കെ ആയി ഓക്കെ. അല്ലേ? ഇപ്പൊ ശരിക്കും ഒരു ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നുണ്ടോ, ഞങ്ങൾ ജുബൈർ മുഹമ്മദിന്റെ പാരന്റ്സ് ആണ്, റിലേറ്റീവ്സ് ആണ് അല്ലേ? ഉണ്ടാവണോ? ഇനി ഒന്ന് സിനിമ അല്ലേ, ഒമർ ലുലുവിന്റെ ചങ്സിൽ ചെയ്തു. അതേപോലെ മറ്റേ ആ സിനിമയുടെ പേര് അഡാർലോ. യെസ്, അഡാർലോവില് ചെയ്തു. അതിൽ എനിക്ക് തോന്നുന്നു ഒരു പാടാണോ ചെയ്തത്, ഒരു സ്റ്റേജ് പെർഫോം അഭിനയിക്കാ ചെയ്തത് അല്ലേ? ശരിക്കും ഈ പാട്ടിന്ന് അഭിനയത്തിലേക്ക് പോവാൻ ശരിക്കും അഭിനയം ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണോ? ചങ്സ് ആണ് എന്റെ ഫസ്റ്റ് മൂവി. ചങ്സിന്റെ പ്രൊമോ സോങ് ആണ് ആദ്യം ചെയ്യുന്നത്, മെക്കാനിക്കലെ വിശ്വാമിത്രൻ എന്നുള്ള പാട്ട് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ അഡാർ ലവ് എന്ന് പറയുന്ന സിനിമ വരുന്നത്. അപ്പം സെയിം ഒമർ ഖാന്റെ പടമാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ മാണിക്യമലർ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, അത് ആളുടെ വൈഫിന്റെ ബ്രദറിന്റെ കല്യാണത്തിന് ഞങ്ങൾ പാടിയിട്ടുണ്ടായിരുന്നു. പരിപാടിക്ക് അങ്ങനെ കല്യാണത്തിന് പോയപ്പോൾ അതിങ്ങനെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ സെയിം ടീം ഞങ്ങളുടെ അന്നൊരു ബാൻഡ് ഉണ്ടായിരുന്നു, ചുമട് താങ്ങി എന്ന് പറഞ്ഞിട്ട്. അപ്പം സെയിം ചുമട് താങ്ങി എന്ന് പറഞ്ഞിട്ട് ബാൻഡ് ഉണ്ടായിരുന്നു കോളേജ് കഴിഞ്ഞ ടൈമിൽ. സോ ആ ബാൻഡ് തന്നെയാണ് ശരിക്കും ആ പാട്ടില് ഫീച്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പാട്ടുകാരനായിട്ട് അതിൽ അഭിനയിക്കേണ്ടി വന്നു. ശരിക്കും അഭിനയം കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ല, അതിനുശേഷം അഭിനയിച്ചിട്ടില്ലല്ലോ. അങ്ങനെ താല്പര്യം തോന്നിയിട്ടില്ല, അഭിനയിക്കാൻ അറിയില്ല, അതാണ് സത്യം. അന്ന് ഒമർക്ക പറഞ്ഞിട്ട് ചെയ്തതായിരുന്നു. ഒമർക്ക പറഞ്ഞിട്ട് ചെയ്തത് കണ്ടിന്യൂ ചെയ്യാൻ കുറച്ചേ ഉള്ളൂ, അതൊരു 5 വരെ. അത് അഭിനയൊന്നും ഇല്ലല്ലോ, നമ്മള് പാടിയാൽ മതിയല്ലോ. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്താൽ മതിയല്ലോ. ഓക്കെ. ഇനി വലിയൊരു സിനിമയിലൊക്കെ ഇങ്ങനെ വലിയൊരു അവസരം വന്നാ ചെയ്യോ? അറിയില്ല, എനിക്ക് ഇല്ല, പ്ലാൻ ചിന്തിച്ചിട്ടില്ല. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഞാൻ അറിഞ്ഞത് എന്താന്ന് വെച്ചാൽ, അങ്ങനെ നമ്മുടെ പഴയ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് റീമിക്സിന്റെ പിന്നിൽ നിങ്ങളാണ്. കുറച്ചൊക്കെ അതായത് നല്ല ഫെമിലിയർ ആയിട്ടുള്ള കുറെ പാട്ടുണ്ടല്ലോ അല്ലേ? അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുപ്പത്തില് ഞാൻ പാടിയിട്ടുള്ള എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് മാപ്പിള പാട്ടുകളുണ്ട്, അതായത് പഴയ പാട്ടുകളുണ്ട്. അതൊക്കെ ഒരു പുതിയ രീതിയിൽ കേട്ടാൽ കൊള്ളാന്ന്. ചില സംഭവങ്ങളൊക്കെ പഴയത് പുതിയതാക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ നിങ്ങളത് ഭയങ്കര രസമായിട്ട് തോന്നി. പഴയതിന് പഴയതിന്റെ ഒരു രസവും പുതിയതിന് പുതിയതായിട്ടുള്ള ഒരു രസവും ഉണ്ടായിരുന്നു ആ ഒരു പാട്ടിന്. അപ്പൊ നമുക്ക് ഇപ്പൊ പക്ഷെ ഇത്ര റീമിക്സ് ചെയ്തിട്ടായാലും മറ്റേ മഹീം ഞാൻ പാടുന്നില്ല, അത് ഭയങ്കര രസമായിരുന്നു. അതേപോലെ തന്നെ ഇത് മനസ്സിന്റെ എനിക്കിന്ന് മറന്നു പോന്നടാ, മനസ്സിന്റെ അതൊക്കെ ഭയങ്കര രസമാണ്. ശരിക്കും റീമിക്സ് ചെയ്താല് നല്ല രസം ഉണ്ടായിരുന്നു. അതിൽ ഇപ്പൊ നമുക്ക് ഏത് പാട്ട് കേൾക്കാം? മനസ്സിന്റെ ആണോ സീനിന്ന് ഞാൻ പാടിയ മനസ്സിന്റെ ഉള്ളിൽ? അത് 2 പാട്ടും പാടിയത് വിനീതേട്ടനാ പാടിയത്. അതെനിക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആ പഴയ പാട്ടുകള് പുതിയ രീതിക്ക് കേൾക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്ത. ശരിക്കും അന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അത്രമാത്രം ആളുകൾ സ്വീകരിച്ച ഒരു പാട്ട് അത് നമ്മൾ പുതിയതാക്കി എടുക്കുമ്പോൾ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യും. ഉറപ്പായിട്ട് അത് മോശമാക്കാൻ പാടില്ലല്ലോ. ഒരു നല്ലൊരു പാട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടെടുത്ത് നമ്മൾ അതിനെ മോശമാക്കാൻ പാടില്ലല്ലോ. അപ്പൊ ആദ്യം നമ്മൾ തന്നെ കേട്ട് ഉറപ്പ് വരുത്തിയിട്ട് കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടാണോ വിനീതേട്ടനെ അപ്രോച്ച് ചെയ്യുന്നത്? അല്ല, എനിക്ക് പൊതുവെ വിനീതേട്ടൻ ഈ മാപ്പിളപ്പാട്ടുകൾ പാടുന്നേക്കാൻ എന്റെ കൽബിലായാലും. അപ്പൊ എനിക്കിത് ചെയ്യുന്ന സമയത്ത് തന്നെ ആള് പാടണം എന്നുള്ളൊരു മനസ്സിൽ കണ്ടിട്ടാണ് അതായത് ചെയ്യുമ്പോ ഒരാളിന്റെ വോയിസിൽ എനിക്ക് കേൾക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്തതാണ്. അപ്പൊ പുള്ളി ഫസ്റ്റ് കേട്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് പാടിയത് തന്നെ. ആ പാട്ടൊന്ന് പാടിത്തരോ? മനസ്സിന്റെ മനസ്സിന്റെ കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണീ രാജാത്തി? മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി, മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണീ രാജാത്തി, ഏതാണീ രാജാത്തി?
ശരിക്കും ഈ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പാട്ട് പഠിച്ചിട്ടില്ല. ഇല്ല, പക്ഷെ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. അന്ത പാട്ട് പഠിക്കാതിരുന്നേ? പാട്ട് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ കിട്ടിയിട്ടില്ല, അതാണ് സത്യം. ഉം ഉം. മനസ്സിലിഷ്ടമുണ്ട്, പാഷനുണ്ട്. കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. പ്രൈസ് പഠിക്കായിരുന്നു. പ്രൈസ് ഒക്കെ കിട്ടുമായിരുന്നു. ഏതായിരുന്നു ഐറ്റം? മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ട്. നമ്മൾ അന്നേ അങ്ങനെയല്ല, മാപ്പിളപ്പാട്ടാണ് കുറച്ചും കൂടെ ആ സമയത്ത്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു പാട്ടുകൾ ചെയ്യുമ്പോ ആൾക്കാർ കണക്ട് ആവുന്നത് അതുകൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് മാപ്പിളപ്പാട്ടുകൾ, പഴയ പാട്ടുകൾ ഇഷ്ടമാണ്. അതെ. പക്ഷെ ഉണ്ടല്ലോ ജുബൈർക്ക, നിങ്ങൾക്ക് ഭയങ്കര ലിസണേഴ്സ് ഉണ്ട്. ഇപ്പൊ സ്പോട്ടിയിലൊക്കെ നമ്മൾ സ്പോട്ടിഫൈവിലൊക്കെ എടുത്തു നോക്കുമ്പോ 10 അല്ലേ, 5 മില്യൺ ഒക്കെ ലിസണേഴ്സിനെ ഒക്കെ കാണാം. അപ്പൊ അത്രമാത്രം ആളുകളാണ് നിങ്ങൾ ഓരോ പാട്ടും ശരിക്കില്ലേ. കൂടുതൽ ആൾക്കാർ എന്റെ പോപ്പുലർ സോങ്സ് ഒക്കെ മാപ്പിള ടച്ച് ഉള്ള പാട്ടുകളാണ്. പക്ഷെ എല്ലാവരും ശരിക്കും ഞാൻ അങ്ങനെ ഒരു മ്യൂസിക് കമ്പോസർ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ പടത്തിൽ ചെയ്ത പാട്ടുകൾ എൻ്റെർലി ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ടുകളാണ്. അപ്പോൾ ഒരു മാപ്പിള ടച്ച് ഇല്ലാത്ത പാട്ടുകൾ പടത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പാട്ടുകൾ ചെയ്യുന്നത് പണ്ടത്തെ അതിനോടുള്ള ഇഷ്ടം കൊണ്ടും അങ്ങനത്തെ പാട്ടുകൾ കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടും ചെയ്യുന്നതാണ് പാട്ടുകൾ. പക്ഷെ ഞാനിപ്പോ പീസ് എന്ന് പറയുന്ന പടം ചെയ്തിട്ടുണ്ട്. അതിലൊന്നും എൻ്റെർലി ഡിഫറെന്റ് മ്യൂസിക് ആണ്. അത് ജോജി ചേട്ടന്റെ, ഞങ്ങളെ കോളേജിലുള്ള ഫ്രണ്ട്സ്, ഈ സെയിം കോളേജ് ഫ്രണ്ട്സ്. അല്ലല്ല, ചുമടുതാങ്ങിയല്ല. അന്ന് കോളേജ് മേറ്റ് ആയിരുന്ന എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, സൺഫിയർ എന്ന് പറഞ്ഞിട്ട്. അപ്പം സൺഫിയറും ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ചെയ്തൊരു സിനിമയാണ് പീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എൻ്റെർലി ഡിഫറെന്റ് ജോൺറയാണ്. അതിലെ മ്യൂസിക് എല്ലാം ഭയങ്കര ഡിഫറെന്റ് മ്യൂസിക് ആണുള്ളത്. അതുപോലെ വിചിത്രം എന്ന് പറയുന്ന പടം അച്ചു വിജയൻ ചെയ്ത, ഷൈൻ ടോം ചാക്കോ, ബാലു വർഗീസ് ഒക്കെ അഭിനയിച്ചൊരു പടമുണ്ട്. അതിന്റെ കംപ്ലീറ്റ് സ്കോറും പാട്ടൊക്കെ ഞാനാ ചെയ്തിരുന്നത്. അതെല്ലാം വേറെ തന്നെ പരിപാടികളാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ട് പാടാമോ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്? അതായത് ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മൾ സിനിമയിൽ ചെയ്യുമ്പോൾ വേറെ ഒരു ട്യൂണും എല്ലാവരുടെ മൈൻഡിലും നമ്മളിങ്ങനെ ഒരു മാപ്പിളപ്പാട്ടിന്റെ അങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. പക്ഷെ സിനിമയിൽ വളരെ വ്യത്യസ്തമായ പാട്ടുകളാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായിട്ട് പാടിയിട്ടുള്ള ഒരു പാട്ട് പാടാവോ? വ്യത്യസ്തമായിട്ടുള്ള പാട്ട് ഞാൻ അതിൽ പാടിയിട്ടില്ല, ഞാൻ കമ്പോസ് ചെയ്തിട്ടുള്ളൂ. കമ്പോസ് ചെയ്തേ, അത് ഉദ്ദേശിച്ചേ? അതില് നമ്മുടെ പീസ് എന്ന് പറയുന്ന പടത്തിൽ ഷഹബാസ് ഒക്കെ പാടിയൊരു പാട്ടുണ്ട്. അത് മാമാച്ചായുറുമ്പ് ഈ നാട്ടിൽ മൊത്തം തുരുമ്പ് എന്നൊരു പാട്ടുണ്ട്. അതിൽ പിന്നിലൊരു കഥയും ഉണ്ടല്ലോ അല്ലേ? ചായ കുടിക്കാൻ പോയപ്പോ അതിൽ ഉറുമ്പ് വീണപ്പോ മാമ ചായയിൽ ഉറുമ്പ്. അപ്പൊ അതെങ്ങനെ അറിയാം കഥ? അതെനിക്കറിയാം. അതങ്ങനെ പരസ്യമായിട്ടുള്ളൊരു കഥയല്ലല്ലോ. എങ്ങനെയാ വളരെ അതിന്റെ ആ സ്റ്റോറി ഒന്ന് കേട്ടെ. അതിന്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അതിൽ ഓരോ പാട്ടുകൾ, ട്രാക്കിന്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സൺഫിയർ ആണ് ഡയറക്ടർ. അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സാണ്, കോളേജ് മുതലേ ഉള്ള ഫ്രണ്ട്സാണ്. അപ്പം ട്രിവാൻഡ്രത്ത് ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് കുറച്ച് ലേറ്റാവും, ഉറങ്ങാൻ കുറച്ച് ലേറ്റാവും. അതായത് ഏർലി മോർണിംഗ് ഒക്കെ ആയിരിക്കും ഞങ്ങൾ ഉറങ്ങുന്നത്. ആ സമയത്ത് ഒരു സിനിമകൾ കാണും, സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നുണ്ട്, പാട്ടിന്റെ കമ്പോസിങ് നടക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാട്ട് സിറ്റുവേഷനിൽ വേണം എന്നുള്ളൊരു മൂഡിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് താഴെ ഒരു ചായക്കടയുണ്ട്. അപ്പൊ ആ ചേട്ടൻ കറക്റ്റ് 4 മണിക്ക് തുറക്കും. അപ്പൊ നല്ല പത്തിരിക കിട്ടും. അപ്പൊ ഈ ചായ കുടിച്ചിട്ട് പത്തിരി കഴിച്ചിട്ടായിരിക്കും നമ്മൾ യൂഷ്വലി ഉറങ്ങല്. അപ്പൊ താഴെ പോയിട്ട് ചായ മേടിച്ച് ഇങ്ങനെ പാട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിന് ഇങ്ങനെ ആള് ചായ കൊടുത്തപ്പോ അതിലൊരു ഉറുമ്പുണ്ടായിരുന്നു. അപ്പോൾ മാമാ ചായയിൽ ഉറുമ്പ് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഡയറക്ടർ പറഞ്ഞ് അത് കൊള്ളാലോ, മാമാ ചായയിൽ ഉറുമ്പ് ഈ നാട്ടിൽ മൊത്തം തുരുമ്പ് എന്ന് പറഞ്ഞിട്ട് ആള് പിന്നെ വരി എഴുതി. എന്നിട്ട് പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ചുമ്മാ അതിങ്ങനെ പാടി, അതായത് വെറുതെ നമ്മൾ ഗിറ്റാറൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ജാം ചെയ്യൂലേ, അങ്ങനെ പാടി പാടി ഡെവലപ്പായൊരു പാട്ട് വന്ന വഴികളല്ലേ. എന്നിട്ട് അത് ഷഹബാസിക്കാക്ക് അയച്ചു കൊടുത്തു. അപ്പോ നമുക്ക് ഷഹബാസിക്കാനെ കൊണ്ട് പാടിച്ചാൽ കൊള്ളാന്നുണ്ടായിരുന്നു ആ പാട്ട്. അങ്ങനെ ആൾക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ആളത് പാടിയ പാട്ടാണത്. പാടി. പക്ഷെ അതൊരു വ്യത്യസ്തമായിട്ട് ജോണറാണ് അല്ലെ, നമ്മൾ കേൾക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ഒരു. അതെ, എന്റെ ഫസ്റ്റ് പാട്ടും ചങ്സിലെ പാട്ട് അതുപോലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ടാണ്. അതായത് ഒമർഖാനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം ചാൻസ് ചോദിച്ചിട്ട് ആളുടെ അടുത്ത് പോയി. അപ്പം വേറെ മ്യൂസിക് ഡയറക്ടറൊക്കെ ഫിക്സ് ആയിരുന്നു അതിൽ. അപ്പൊ ആളെന്നോട് പറഞ്ഞു കുറച്ച് സാമ്പിൾസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ചെയ്ത വർക്ക്സ് ഒക്കെ, പഴയ ആൽബംസ് ഒക്കെ. അപ്പൊ ആളിന് പാട്ടുകളൊക്കെ ഇഷ്ടമായി. എന്നോട് പറഞ്ഞൊരു പ്രൊമോ സോങ് പരിപാടി നമുക്ക് പിടിക്കും, ഇതാണ് തീം, മെക്കാനിക്കലാണ്, അതിലേക്ക് ഒരു പെൺകുട്ടി വരുന്നു, അപ്പോൾ ഉണ്ടാകുന്ന പരിപാടികളൊക്കെയാണ് സിനിമ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു അങ്ങനത്തെ ഒരു വൈബിലുള്ള ഒരു പാട്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഞങ്ങളുടെ ലിറിക്സ് റൈറ്റർ ഉണ്ട് ദിനു മോഹൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആളിനോട് ഈ സെയിം സ്റ്റോറി ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആൾ എഴുതുന്നതാണ്, മെക്കാനിക്കലെ വിശ്വാമിത്രൻ താടി വളർത്തി തപസ്സിരുന്ന് മേനക വന്നില്ല രംഭയും വന്നില്ല എന്ന് പറയുന്നത്. അങ്ങനെ ട്യൂൺ ചെയ്ത് പിന്നെ ഡെവലപ്പ് ചെയ്ത അത് ഈ വഴിയരികെ
ഈ ജനലരികെ നാളിതുവരെയും കിളികൾ വന്നില്ല, മെക്കാനിക്കിലെ വിശ്വാമിത്രൻ താടി വളർത്തി തപസ്സിരുന്ന് മേനക വന്നില്ല, ഓരമ്പേം വന്നില്ല, അത്താഴത്തിന് പട്ടിണിയാണ്, അടുത്ത വീട്ടിൽ പത്തിരിയാണ്, കക്കാനറിയില്ല, മെക്കിന് കക്കാനറിയില്ല. അങ്ങനെ ശരിക്കും ഒരു പാട്ട് ശരിക്കും ഭയങ്കരമായിട്ട് പൂർണ്ണതയിൽ എത്തുക എന്ന് പറയുമ്പോൾ അതിന് ശരിക്കും ഒരു ട്യൂൺ അല്ലെ, ഭയങ്കരമായിട്ടുള്ള ഒരു പങ്കാട്ടോ ശരിക്കും ട്യൂൺ. നേരത്തെ അതിന്റെ വരികൾ പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ വിചാരിക്കും ഇത് ഇങ്ങനെ ഒരു പാട്ട്, പക്ഷെ അതിനൊരു ട്യൂൺ ഇട്ട് വന്നപ്പോ ഭയങ്കര രസമുണ്ട് ശരിക്കും കേൾക്കാൻ. ചില ടൈമില് നമ്മള് ചില വരികൾ നമുക്ക് സ്ട്രൈക്ക് ആവും, അതിന് ട്യൂൺ ചെയ്യും. ചില സമയത്ത് ട്യൂൺ ചെയ്തിട്ടായിരിക്കും വരികൾ എഴുതുക. ഏറ്റവും എളുപ്പം എങ്ങനെയാണോ അങ്ങനെയാണോ? അത് ഡിപ്പെൻസ് ആണ്. നമുക്ക് ചില സമയത്ത് നമ്മൾ ട്യൂൺ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് സാധനം കിട്ടണമെന്നില്ല. ആ സമയത്തായിരിക്കും നമ്മുടെ ലിറിക്സ് റൈറ്ററിന്റെ ഒരു ഇൻപുട്ട് കിട്ടുക. ചിലപ്പോൾ ഒരു വാക്കായിരിക്കും, ചിലപ്പോൾ ഒരു സെന്റൻസ് ആയിരിക്കും, അതിൽ നിന്ന് വലിയ ട്യൂൺ ചെയ്ത് അല്ലേ? അതെ അതെ. ഓക്കെ, ശരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പാട്ടിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത് എപ്പോഴാണ്? നമ്മളിങ്ങനെ ഒരു ടൈം, പലർക്കും പല സമയം പല സന്ദർഭം, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി എപ്പോഴാണ് ഉണരുന്നത്? അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഐഡിയാസ് കിട്ടിയിട്ടുള്ളത് കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ്, ബാത്റൂമില് കുളിച്ചോണ്ടിരിക്കുമ്പോഴാ? ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ച ആൻസർ ഇതല്ലായിരുന്നു. എന്താ പ്രതീക്ഷ? അത് എടുത്തു പറഞ്ഞു, കുളിച്ചോണ്ടിരിക്കുമ്പോഴാ. കൂടുതൽ എനിക്ക് അങ്ങനെയാണ് ഐഡിയാസ്. അപ്പൊ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അത് റെക്കോർഡ് ചെയ്യും. കുളിച്ചോണ്ടിരിക്കുമ്പോ ട്യൂൺ വരുന്ന ഫോൺ എടുക്കും, റെക്കോർഡ് ചെയ്യും. അത് നമ്മള് അങ്ങനെ ചെയ്യാറുണ്ട്. ശരിക്കും കുളിച്ചോണ്ടിരിക്കുമ്പോ തന്നെയാണോ? അതെ. ഓക്കെ, ഞാൻ മുമ്പ് എപ്പോഴോ കേട്ടു ബാത്റൂമിൽ തന്നെയാണ് പറയുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു എന്റെ ഫ്രണ്ട്സും കുറെ ആൾക്കാരൊക്കെ പറയുന്നത് അങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ബൈക്കൊക്കെ ഓടിച്ച് പോകുമ്പോൾ നമുക്ക് ഐഡിയാസ് കിട്ടും. ഓക്കെ, നിങ്ങൾ ശരിക്കും ഈ ഇങ്ങനെ കലാകാരന്മാർ, അത് പ്രത്യേകിച്ച് ഈ റൈറ്റർ, മ്യൂസിക് കമ്പോസർ ഒക്കെ, എപ്പോഴും നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങൾ എന്തിൽ എൻഗേജിങ് ആണെങ്കിലും നിങ്ങളുടെ മൈൻഡ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. നിങ്ങൾ ശരിയാണോ? ശരിയാണ്. എന്താ അതങ്ങനെ? അത് ഇപ്പോ ഒരു സോങ്ങിന്റെ ഒരു ഐഡിയ കിട്ടി, ഒരു സ്ക്രാച്ച് ഐഡിയ കിട്ടി. അപ്പൊ നെക്സ്റ്റ് എന്താണ് അതിലേക്ക് വരുന്നത് എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് നമുക്കുണ്ടാവും. എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ ഒരു ഫസ്റ്റ് സ്റ്റാൻഡ്സ് സെറ്റ് ചെയ്തു, അതിനുശേഷം ഇനി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടാവും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ആലോചിക്കുക, ഇതിൽ എങ്ങനെ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് അറേഞ്ച് ചെയ്യാം, എങ്ങനെ അത് ബീറ്റ് പ്രൊഡക്ഷൻ ചെയ്യാം, അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും. അപ്പം കണ്ടിന്യൂസ്ലി എന്തെങ്കിലും ഒരു പ്രോസസ് ആയിരിക്കും തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മള് ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഈ ഐഡിയയിലേക്ക് പോകുന്നത്. അപ്പൊ പതിയെ അതിലേക്ക് അങ്ങ് പോകും മൈൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സിനിമ കാണുമ്പോഴും ഒക്കെ നിങ്ങൾ വേറൊരു ലോകത്ത് ബിസി. ശരിക്കും നിങ്ങളടുത്ത് കുറെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശരിക്കും പൊട്ടന്മാരാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല അവരുടെ സംസാരങ്ങളൊക്കെ എന്ന് എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് നമ്മളൊരു ഇമോഷൻ അല്ലേ ക്രിയേറ്റ് ചെയ്യുന്ന. ആ പാട്ട് കേട്ടൊരാൾക്ക് ഇമോഷൻ ഇപ്പൊ ലവ് ആണെങ്കിലും ബ്രേക്കപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കുമല്ലോ. അപ്പൊ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അതിലത്ര ഇന്നായിട്ട് നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പോഴല്ലേ അത് വരുള്ളൂ. അപ്പോൾ അങ്ങനെ അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ പോയി പോകുന്നതായിരിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കുറെ പാട്ടുകൾ എഴുതി, കുറെ പാട്ടുകൾ കമ്പോസ് ചെയ്തു, അങ്ങനെ കുറെ ഉണ്ട്. അപ്പം അതിലൊക്കെ നമുക്ക് സ്പെഷ്യൽ ആയിരിക്കും, എല്ലാം നമുക്ക് ഇഷ്ടമായിരിക്കും. എന്നാലും നമ്മൾ ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ട് സ്പെഷ്യലോ ഒരു ഇഷ്ടമുള്ള ഒരു വർക്ക് ഉണ്ടാവുമല്ലോ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പോയത്, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ചെയ്ത വർക്കില് ഏതാ? എനിക്ക് തൂ ഹേ മേരി സിന്ദഗി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, ഹിന്ദി പാട്ട്. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം ആയിരുന്നു അത്? അല്ലല്ല, അതൊരു എനിക്ക് തോന്നുന്നു 2020 ആ ടൈമിലായിരിക്കും, 20 ആ ടൈമിലായിരിക്കും. ഇവിടെ നമ്മുടെ അജ്മൽ ഖാനൊക്കെ അഭിനയിച്ച ഒരു പാട്ട്, നിഖിൽ ഡിസൂസയാ പാടിയത്. ആ പാട്ട് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. സ്പെഷ്യലാണ്. കാരണം അതിനുവേണ്ടി കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് മുംബൈയിൽ പോയി റെക്കോർഡ് ചെയ്ത പാട്ട് അതാണ്. അതായത് ലിമിറ്റേഷൻസ് ഇല്ലാണ്ട്, റെസ്ട്രിക്ഷൻസ് ഇല്ലാണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തൊരു പാട്ടാണ്. എനിക്ക് ആ പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈവൻ മിക്സ് മാസ്റ്റർ ആയാൽ പോലും പറയുന്ന ആർട്ടിസ്റ്റുകളെ അതിലേക്ക് കൊണ്ടുവരിക, നമുക്ക് വേണ്ടത്ര ഈവൻ ബഡ്ജറ്റ് വൈസ് ആയാലും കംപ്ലീറ്റ്ലി ഫ്രീഡം ഉള്ള ഒരു വർക്കായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതിന്റെ പ്രോസസ് എല്ലാം ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ആ പാട്ടിന്റെ. ഇപ്പോഴും എനിക്ക് സ്പെഷ്യലാണ് ആ പാട്ട്. തൂ ഹി ഹേ മേരി സിന്ദഗി. तू ही है मेरी जिंदगी,
तू ही है मेरी आशिकी, तू ही है मेरी हर खुशी, ओ साथिया बहका मैं बहका जानिया, चढ़ के तू जावेगी किते माहिया, बहका मैं बहका जानिया, चढ़ के तू जावेगी किते माहिया. സൂപ്പർ. ശരിക്കും നമുക്ക് ഹിന്ദി നന്നായിട്ട് അറിയോ? ഇല്ല. ഇല്ല. പിന്നെ എങ്ങനെയാ ഈ അറിയാത്ത ഈ ഒരു വേർഡ്സിനൊക്കെ നമുക്ക് അതിൻ്റെതായ ഇമോഷൻസ് കൊടുത്തിട്ട് ട്യൂൺ ചെയ്യാൻ പറ്റുന്നത്? ഹിന്ദി പടങ്ങൾ കാണും, ഹിന്ദി പാട്ടുകൾ കേൾക്കും ആ. കൂടുതൽ. അപ്പോൾ ഹിന്ദി പാട്ടുകൾ കേൾക്കുന്നതുകൊണ്ട് തന്നെ പ്രൊണൗൺസിയേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടും. എല്ലാം ഓൾമോസ്റ്റ് ഈ വേർഡ്സ് തന്നെയാണല്ലോ തിരിച്ചും മറിച്ചൊക്കെ വരുന്നത്. പിന്നെ ലിറിക്സ് റൈറ്റർ കറക്റ്റായിട്ടുള്ളതിൻ്റെ നമുക്ക് പ്രൊണൗൺസിയേഷൻ പറഞ്ഞു തരും. പിന്നെ മോസ്റ്റ്ലി നമ്മൾ ചൂസ് ചെയ്യുന്ന സിംഗേഴ്സ് ഹിന്ദി എന്നുള്ള സിംഗേഴ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഇതിൻ്റെ ലിറിക്സിൻ്റെ മീനിങ് ഓരോ ലിറിക്സ് കഴിയുമ്പോഴത്തേക്കും ആൾ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും. മോസ്റ്റ്ലി ഹിന്ദി ലിറിക്സ് എല്ലാം നമ്മൾ ചൂസ് ചെയ്യുന്ന അവിടെ ഉള്ള ലിറിക്സ് റൈറ്റേഴ്സിനെ തന്നെയാണ്. അതുകൊണ്ട് വലിയ ഡിഫിക്കൽട്ടായി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ റെക്കോർഡിംഗ് സമയത്ത് അവരുണ്ടാവുമല്ലോ, ലിറിക്സ് റൈറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ഫീൽഡിൽ തന്നെ കമ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. അതെ. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം പോലെ ഒരു സിറ്റി, ആറ്റിങ്ങലായിരുന്നു വീട് അല്ലെ? അവിടെ വലുതായിട്ട് ആ സമയത്ത് വലിയ സപ്പോർട്ടേഴ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സ്റ്റാർട്ടിങ് ടൈമിൽ അല്ലേ, ഫാമിലി ഒക്കെ. അപ്പം അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ നമുക്കൊക്കെ അവിടേക്ക് വന്നിരിക്കണം, പുള്ളിയുടെ പാട്ട് എല്ലാവരും കേൾക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ജേർണി ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട് കാണണം അല്ലേ? അതെ പറ. അതെ അതെ